ചെങ്കടലിൽ അമേരിക്ക മാറി ചിന്തിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിരിക്കുന്ന റിപ്പോർട്ട് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നതിനോടനുബന്ധിച്ച് പറയുന്നത്, നിലവിലെ സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിനവും സങ്കീർണമാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അതോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. തങ്ങൾക്ക് ഒരുപാട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേടുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒടുവിലെങ്കിലും അവർ സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ ആൽസ് ട്രൂമാനെ പോലെയുള്ള വിമാനവാഹിനി കപ്പലുമായി ബന്ധപ്പെട്ട് കപ്പലിനുണ്ടായിരിക്കുന്ന വലിയ തകർച്ച അത് സാരമായിട്ട് ബാധിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വിചാരിച്ച രൂപത്തിലുള്ള ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതും, അതോടനുബന്ധിച്ച് തന്നെ മറ്റ് പോംവഴികളെക്കുറിച്ച് അല്ലെങ്കിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവിരാമത്തെക്കുറിച്ചോ ആലോചിക്കുന്ന തരത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മാറി ചിന്തിക്കുകയാണ് എന്ന തരത്തിലാണ്. അൽ ജസീറ ഉദ്ധരിച്ചുകൊണ്ട് പ്രസ് ടിവിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ വലിയ സൈനിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ രാജ്യത്തെ ഒതുക്കാൻ വേണ്ടി ഭീമമായിരിക്കുന്ന സംഖ്യ മുടക്കിക്കൊണ്ട് വർഷങ്ങളോളം, ഒരു വർഷത്തിലധികമായി ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലും അതോടൊപ്പം തന്നെ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളുമെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ട് ഒരു കൃത്യമായിരിക്കുന്ന ഒരു ആക്രമണം നടത്താൻ നിലവിൽ സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല. 100-ലധികം തവണയെങ്കിലും യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനം ആക്രമണം അമേരിക്ക നടത്തിയിട്ടും അവർക്ക് വിജയം കാണുകയോ ലക്ഷ്യം കാണാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിൽ അവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. മാത്രമല്ല, എത്രത്തോളം ഉൾവലിയുന്നോ, ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ കടലിനെ ഉൾവലിക്കുക എന്നുള്ളത് അല്ലെ പിന്നോട്ടെടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ ചെയ്തിട്ട് പോലും തങ്ങളുടെ കപ്പൽ ആക്രമിക്കപ്പെടുന്നു. 4500-5000 കിലോമീറ്ററൊക്കെ ദൂരം പറന്നുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ തങ്ങളുടെ കപ്പലുകൾക്കുണ്ട്. ഈ മേഖലയിൽ തങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. മറ്റാരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരുന്നു. യമനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് പകരം ഞങ്ങൾ ഇവിടെ നിന്ന് ചെങ്കടലിൽ നിന്ന് യമനെ ആക്രമിക്കുന്നു. വലിയ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ യമനാണെങ്കിലോ ഒരേ സമയം തന്നെ ഇസ്രായേലിനെയും അമേരിക്കൻ കപ്പലിനെയും ആക്രമിക്കുന്നു. അപ്പോൾ ഈ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യാന്തര തലത്തിൽ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് അമേരിക്കയ്ക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അറബ് രാജ്യങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് എന്ന് അവർ സമ്മതിക്കുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആദ്യത്തെ ഘട്ടത്തിലൊക്കെ മറ്റ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ആ രാജ്യങ്ങളുമായി പല ഘട്ടത്തിലും പല വട്ടവും തങ്ങൾ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. യുദ്ധം ചെയ്യുന്ന യമന് അനുകൂലമായിരിക്കുന്ന നിലപാട് സൗദി അറേബ്യ പോലും എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ അതിശയപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഈജിപ്ത് ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ കരുതി അവരും സഹകരിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്ന സമയത്ത് വലിയ സാമ്പത്തിക നഷ്ടം ഞങ്ങൾക്കുണ്ടാക്കുന്നു. യമൻ ആക്രമിച്ചുകൊണ്ട് അവിടെ നിരപരാധികൾ കുറേ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സൈനികപരമായിരിക്കുന്ന ഒരു ബലക്ഷയം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തിന് നേരെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രയാസവും നിലനിൽക്കുന്നു. അപ്പോൾ അതിൽ വിഷയം കൃത്യമായ രീതിയിൽ പറയുന്നത്, പല ചാരന്മാരെയും അമേരിക്ക യമനിൽ നിയോഗിച്ചിട്ടുണ്ട്. രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോർത്തി എടുത്തുകൊണ്ട് ലെബനാൻ മോഡൽ ഒരു ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് പല ഘട്ടം ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്താൻ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ലെബനാൻ രഹസ്യം ചോരുകയും അതുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേധാവിയെ അടക്കം കൊല്ലാൻ വേണ്ടിയിട്ടും ഇസ്രായേലിന് സാധിച്ചത് അവിടുന്ന് ചാര വിഭാഗം ഇസ്രായേലിന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ രഹസ്യമായിട്ട് ചോർത്തി കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ഹസൻ നസ്രുള്ള എന്ന് പറഞ്ഞ ഹിസ്ബുള്ള നേതാവ് അവിടെ എത്തുന്നതും അദ്ദേഹം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏത് മേഖലയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും കൃത്യമായിരിക്കുന്ന വിവരം ഈ ചാരസംഘങ്ങൾ ഇസ്രായേലിന് നൽകിയതോടനുബന്ധിച്ചാണ് ആ ലക്ഷ്യം കണ്ടുകൊണ്ട് ഭൂഖണ്ഡേതര മിസൈലുകൾ പായിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്താൻ സാധിച്ചത്. അത് ഹസൻ നസ്രുള്ള മാത്രമല്ല, സൈന്യ കമാൻഡർമായിരിക്കുന്ന ഏകദേശം 12ഓളം ആളുകൾ ആ ഒരു ദുരന്തത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഹിസ്ബുള്ള ഗ്രൂപ്പിന് ഉണ്ടായത് ഈ ആക്രമണത്തോടു കൂടിയാണ്. ഈ ആക്രമണം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്ക പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. സമാനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു യമനിൽ അമേരിക്ക ഉദ്ദേശിച്ചത്. അത് അപ്പാടെ തന്നെ പരാജയപ്പെട്ടു. അവിടെ നിന്ന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടിയിട്ടില്ല. കിട്ടിയ വിവരത്തിനനുസരിച്ച് കൊണ്ട് ആക്രമണം നടത്തി നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ സ്ഥലങ്ങൾ മാറുന്നുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്.
ഇങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ചെങ്കടലുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം തൽക്കാലത്തേക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് മാറി ചിന്തിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ അത് ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടായിട്ടൊന്നും പറയപ്പെടുന്നില്ല. എങ്കിലും അമേരിക്കയിൽ വൈമാനിക യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ 6 മാസമായിട്ടുണ്ടായത്. ബ്രിട്ടൻ പോലും ചേർന്ന് നിന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ യമനെതിരെ ആക്രമണം നടത്തിയിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടാക്കിയ കാര്യമാണ് എന്നുള്ളതും നിലവിലെ സാഹചര്യത്തിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പാത തെളിയിച്ചു കൊടുക്കുക, മറ്റൊരു ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാത്ത തരത്തിൽ വലിയ സുരക്ഷിതത്വം ഒരുക്കുക, എന്നിട്ട് അവരിൽ നിന്ന് ഇതിന് അനുസരിച്ചുള്ള സാമ്പത്തികം വാങ്ങുക എന്നൊക്കെയായിരുന്നു അമേരിക്ക ലക്ഷ്യമാക്കിയിരുന്നത്. അപ്പോൾ ആ ലക്ഷ്യങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു. ഒരു വിമാന കമ്പനിയും സ്വതന്ത്രമായ രീതിയിൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ വസ്തുക്കൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടങ്ങളുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ തങ്ങളെ വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമത്തെക്കുറിച്ച് മാറി ചിന്തിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇത് എത്രത്തോളം വിശ്വാസയോഗ്യതമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മറുപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴും പറയുന്ന കാര്യം തങ്ങൾ തീർച്ചയായിട്ടും യമന് നേരെയുള്ള തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതുമായിട്ടുള്ള വലിയ പരീക്ഷണത്തിലും അതിനുവേണ്ടി വലിയ ശ്രമങ്ങളും തങ്ങളുടെ സൈനികർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ രഹസ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചു. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുക എന്ന രീതിയിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഈ മേഖല ഒരിക്കലും അമേരിക്കയ്ക്ക് സുരക്ഷിതമല്ലെന്നും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ലെന്നും ഏറെക്കുറെ അമേരിക്ക തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്.